എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. KPSTS സംഘടിപ്പിക്കുന്ന സ്വദേശ് മെഗാ ക്വിസ് സ്കൂൾ തലത്തിൽ ചോദിച്ച 2023 LP UP വിഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗക്കാർക്കും ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. കാരണം LP UP HS HSS വിഭാഗങ്ങളിൽ കോമൺ ആയിട്ട് ഈ വർഷത്തെ വിഷയമാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണാവുന്നതാണ്. കാരണം മുൻകാല ചോദ്യോത്തരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്, അതിലും വിഷയങ്ങളായിട്ട് സ്വാതന്ത്ര്യ സമര ചരിത്രം വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ആശ്രമത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം സബർമതി ആശ്രമം. നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ചേരി ചേരാ നയം. കേരളത്തിൽ ചെറുധാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഏത് സ്ഥലത്താണ് ഈ ഗ്രാമം? ഇപ്പോൾ ചെറുധാന്യ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം അട്ടപ്പാടി. ജന്മകാരിണി ഭാരതം കർമ്മമേദിനി ഭാരതം. പ്രശസ്തമായ ഈ ഭക്തിഗാനം രചിച്ചത് ആരാണ്? ഉത്തരം P. ഭാസ്കരൻ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കീർത്തി മന്ദിർ. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അയ്യങ്കാളിയെ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. അടുത്ത കാലത്ത് നവതി പൂർത്തിയാക്കിയ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം MT വാസുദേവൻ നായർ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്കുണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ പേടകമായ ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ വച്ച്. നെഹ്റു തൻ്റെ മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുസ്തകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആരായിരുന്നു? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 1901 ശാന്തി നികേതൻ സ്ഥാപിച്ചത്. വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിലെ സംരക്ഷണ മൃഗം ഏതാണ്? ഉത്തരം ആന. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ വനിത ആരാണ്? അപ്പോൾ ഈ ഒരു ചിത്രം അനലൈസ് ചെയ്യുക. ചിത്രം തന്നിട്ടും അതാരാണ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്.
അപ്പോൾ മത്സരം പ്രൊജക്ടറിലാണ് നടത്തുന്നതെങ്കിൽ അങ്ങനെയുള്ള ചോദ്യോത്തരങ്ങളും പ്രതീക്ഷിക്കാം. ഇത് സരോജിനി നായിഡു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി ആരായിരുന്നു? ഉത്തരം MO മത്തായി. നാട്ട് 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 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ച ഗാനമാണിത്. ഇതിൻ്റെ സംഗീത സംവിധായകൻ ആരാണ്? ഉത്തരം M കീരവാണി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന പേരിൽ ഗുജറാത്തിൽ സ്ഥാപിച്ച ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണിത്. ആരുടെ പ്രതിമയാണിത്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്ചു ആണിത്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഭാരതരത്ന. ലോക ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പെലെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം എവിടെയാണ്? ഉത്തരം ശാന്തിവനം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ആരായിരുന്നു? ഉത്തരം മിന്നുമണി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ കൂട്ടുകാരെ, LP വിഭാഗങ്ങളിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LP വിഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ മുഴുവനായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ UP വിഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ LP വിഭാഗങ്ങളിലെ എല്ലാ കൂട്ടുകാരും ആ ഒരു ചോദ്യോത്തരങ്ങൾ കൂടി നന്നായിട്ട് പഠിക്കുക. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഝാൻസി റാണിയെ. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരാണ് മണികർണിക. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ്? ഉത്തരം രാം സിംഗ് ഠാക്കൂർ. രാം സിംഗ് ഠാക്കൂർ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി എഴുതിയത് ആരായിരുന്നു? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. റിപ്പീറ്റഡ് ചോദ്യമാണ്, അതാണ് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ, നന്നായിട്ട് പഠിക്കുക. ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മക്കൾ ശ്രദ്ധിക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് പ്രതിഷേധ സമരത്തെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 പ്രതിഷേധ സമരങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്തത്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആരാണ്? ഉത്തരം അരവിന്ദ് ഘോഷ്. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആരായിരുന്നു? ഉത്തരം ഗാന്ധിജി. ഗാന്ധിജിയുടെ ഊന്നുവടിയുമായി ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത ഈ ബാലൻ്റെ പേര് എന്താണ്? ഉത്തരം ഗാന്ധിജിയുടെ പേരക്കുട്ടിയായ കനു രാംദാസ് ഗാന്ധി. നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു.
ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയെ അവസാനമായി തടവിൽ പാർപ്പിച്ചത് എവിടെയായിരുന്നു? ഉത്തരം ആഗാഖാൻ കൊട്ടാരം. ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? ഉത്തരം തത്വബോധിനി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരായിരുന്നു? ഉത്തരം മഹാദേവ് ദേശായി. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? ഉത്തരം വെങ്കിട്ട സുബ്ബറാവു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയുടെ പേര് എന്താണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 2024 ഒളിമ്പിക്സ് മത്സരങ്ങൾ ഏത് രാജ്യത്താണ് നടക്കാൻ പോകുന്നത്? അതായത് ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സ് ആണ്. അത് ഏത് രാജ്യത്താണ് നടക്കുന്നത് എന്നാണ് കഴിഞ്ഞ കൊല്ലം ചോദിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് രാജ്യത്താണ്? ഫ്രാൻസിലാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നത്. രണ്ടായിരത്തി 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ഉത്തരം TV ചന്ദ്രൻ. 2023 ഐക്യരാഷ്ട്രസഭ ഏത് വർഷമായിട്ട് ആചരിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഉത്തരം മില്ലറ്റ് ഇയർ അല്ലെങ്കിൽ ചെറുധാന്യ വർഷം. ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട MT വാസുദേവൻ നായരുടെ പ്രധാന സാഹിത്യ സൃഷ്ടിയുടെ പേര് എന്താണ്? ഉത്തരം രണ്ടാമൂഴം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതുല്യമായ സംഭാവനകൾ നൽകിയ വ്യക്തിയുടെ പേര് എന്താണ്? ഉത്തരം വിക്രം സാരാഭായ്. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം യൂസഫ് മേറലി. വൈസ്രോയി ഇർവിൻ പ്രഭു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സംഭവം ഏതാണ്? ഉത്തരം ഉപ്പ് സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്ര. ജയ് ജവാൻ, ജയ് കിസാൻ, ജയ് വിജ്ഞാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരായിരുന്നു? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഉത്തരം കോനേതു ഹംപി. ചിത്രത്തിൽ കാണുന്ന വ്യക്തി കണ്ടൽക്കാട് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശസ്തനാണ്. ആരാണ് ഇദ്ദേഹം? ഉത്തരം കല്ലേൻ പൊക്കുടൻ. അപ്പോൾ കൂട്ടുകാരെ, LP UP വിഭാഗങ്ങളിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും 2023 ചോദിച്ച
മുഴുവൻ ചോദ്യോത്തരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു. HSS വിഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. അതുപോലെ ആനുകാലിക വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രത്യേകം വീഡിയോസും ഒക്കെ വരുന്നതായിരിക്കും. നമ്മൾ ഇത് കൂടാതെ ഇനിയും കൂടുതൽ ചോദ്യോത്തരങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. സൗജന്യമായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ മക്കളും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം കൂട്ടുകാരുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.